ഞാൻ പഠിക്കുന്ന കാലത്ത് അടുക്കളയിൽ അങ്ങനെ കയറിയിട്ടേ ഇല്ല. അടുക്കളയിൽ കയറാത്തതിന് ഒരു റീസൺ എൻ്റെ അമ്മ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, അതിന് ശേഷം കുക്കിങ്ങൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന കാലത്ത് ഇത് നിങ്ങൾ തന്നെ പഠിപ്പിച്ചോളും, അതെല്ലാം ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തോളും. ഇപ്പം പഠിക്കേണ്ട സമയമാണ്, പഠിക്കുന്നത് തന്നെ ചെയ്യുക, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് എൻ്റെ അമ്മയുടെ ഒരു വലിയ ഫിലോസഫി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുക്കളയിലൊന്നും അധികം കയറിയിട്ടില്ല. ഒരു ചമ്മന്തി അരയ്ക്കാനോ ഒരു ചായ ഇടാനോ ഒന്നും, അങ്ങനെയൊക്കെ എന്തെങ്കിലും വല്ലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു പെർഫെക്റ്റായിട്ട് ഒരു നിലയിലേക്ക് നമ്മളങ്ങനെ ചെയ്തിട്ടേ ഇല്ല. പക്ഷേ പെൺകുട്ടികളെ വീട്ടുജോലി പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരു വലിയൊരു സമൂഹത്തിലാണ് ഞാനൊക്കെ വളർന്നത്. പക്ഷേ അവിടെയല്ല എൻ്റെ അമ്മ ആ ചിന്താഗതിയിലൊന്നും പെട്ട ഒരാളായിരുന്നില്ല. പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് അടുക്കള പണി പഠിക്കണം എന്നല്ല. എൻ്റെ അമ്മ ആദ്യം പറയുന്നത് പെൺകുട്ടിയാണ്, നന്നായിട്ട് പഠിക്കുക, എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കുക എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ കയറിയപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ചൊന്നും ചോദിച്ചിട്ടില്ല. എനിക്കറിയാവുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഉപ്പ് കറക്റ്റ് ചെയ്യുക, എന്ത് കാര്യത്തിനും ഉപ്പ് കറക്റ്റ് ചെയ്താൽ നമുക്ക് കഴിക്കാൻ പറ്റും. കൂടിപ്പോയാൽ വലിയ പാടാവും, കുറഞ്ഞു പോയാൽ അത്ര കുഴപ്പമില്ല, നമുക്ക് കുറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മുളക് പൊടിയൊന്നും അധികം ഓവറാക്കി ഇടാതിരിക്കുക. പിന്നെ മുളക് പൊടി ആയാലും കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഇട്ടിട്ട് എരിയാക്കാതെ ചെറിയൊരു മയത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ന് കണ്ടോ നമ്മൾ കൂണൊക്കെ കൂട്ടാൻ വെക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് കൂണൊന്നും അധികം ഇങ്ങനെ കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ ഇത് ബട്ടൺ മഷ്റൂമാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ മുട്ടക്കറിക്കൊക്കെ ആദ്യം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് ഈ മഷ്റൂമും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ല ടേസ്റ്റായിട്ടൊരു കറിയായിട്ട് നമുക്ക് കിട്ടും. ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് സൂപ്പറായിരിക്കും ഈ കറി എന്ന് പറയുന്നത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും സഹായിക്കണേ.